എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. നമ്മുടെ കറികളൊക്കെ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആണെന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള മറ്റൊരു കറിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുക്കറിലുണ്ടാക്കുന്ന കറികൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്നറിയാം. അപ്പോൾ ഇന്ന് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മഷ്റൂം മസാലയുടെ റെസിപ്പിയാണ്. എല്ലാം കൂടെ കുക്കറിലിട്ട് വിസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയാവും. ഉള്ളി പോലും വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. ഇപ്പോൾ 250 ഗ്രാം കൂണിന് അല്ലെങ്കിൽ മഷ്റൂമിനുള്ള റെസിപ്പിയാണ് നമ്മൾ പറയുന്നത്. അതിനായിട്ട് 2 മീഡിയം സൈസിലുള്ള സവോളയും 2 എരിയുള്ള പച്ചമുളകും 1 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ചെറിയൊരു സൈസിൽ ഇഞ്ചി കഷ്ണവും 4-5 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം. ഞാനിതുപോലെ ഒരു ചെറിയ ഇടികല്ലിലാണിത് ചതച്ചെടുക്കുന്നത്. ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യാം. സവോള ഇതുപോലെ 10 മുറിച്ചിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം കൂണ് ഇതുപോലെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ചെറിയ തീയിൽ നല്ലൊരു മണം വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഇളക്കി വഴറ്റി കഷ്ടപ്പെടേണ്ട ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇളക്കി വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെ കുക്കറിൽ വിസിൽ വെച്ചിട്ടാണിത് വഴറ്റിയെടുക്കുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലിനും ഏറ്റവും ചെറിയ തീയിൽ 3 വിസിലിനും ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്ത് വഴറ്റിയെടുക്കാം. സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബർണറിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവി മൊത്തം പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. സ്റ്റീലിൻ്റെ കുക്കറാണെന്നുണ്ടെങ്കിൽ മൊത്തം 3 വിസിലടിച്ചാൽ മതിയാകും. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് കാരമലൈസ് ഒക്കെ ആയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴൻ്റെ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ഇതുപോലെ ഒന്ന് നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 നുള്ള് കസൂരി മേത്തി ഇതുപോലെ ഒന്ന് ഞെരടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3/4 ടീസ്പൂണിൽ കൂടുതലായിട്ട് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് 1 ടീസ്പൂൺ ഗരം മസാല. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവാട ഇല ഉണക്കിയതാണ്. അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്, നല്ലൊരു മണവും. പച്ചമണമൊക്കെ പൊടികളുടെ കയ്യിൽ നിന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ തക്കാളി അരിഞ്ഞെടുത്തിരിക്കുന്നത്. 1-2 മിനിറ്റ് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ അടച്ചു വെച്ചതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ ഇവിടെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് തരം കൂൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെള്ള കളറിലുള്ള ബട്ടൺ മഷ്റൂംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മഷ്റൂം ചേർത്ത് 1-2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഷ്റൂമിൽ ധാരാളം വെള്ളം ഉള്ളതാണ്. അപ്പോൾ നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇറച്ചിക്കറി പോലെ നല്ല മണമാണ്. മഷ്റൂമിനധികം വേവൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളത്തിലാണിത് കുക്കായിരിക്കുന്നത്. നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ലൂസാക്കി എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എങ്കിലും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ചേർത്ത് കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഇതുകൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ എന്താ രസം നോക്കിയാൽ കാണാനായിട്ട് നല്ല ഇറച്ചിക്കറി പോലെ. എന്നാൽ വളരെ പെട്ടെന്ന് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളൂ. അപ്പോൾ ഇത് കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.